ഹലോ, വെൽക്കം ബാക്ക് ടു രേഷു സ്റ്റോറീസ് ആൻഡ് ലൈഫ്. ഇന്ന് അത്തം പത്തിന് തിരുവോണം പൂക്കളം സീരീസ് 2 ആണ്. ഇന്നും അതുപോലെ ഇന്നലത്തെ പോലെയുള്ള നാടൻ പൂക്കളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. നമ്മുടെ ഓണപ്പൂവും കോളാമ്പി പൂവും കൃഷ്ണകിരീടം, അതുപോലെ ചെമ്പരത്തി, മുക്കുറ്റി, കൂടെ ഇന്നൊരു വയലറ്റ് പൂവ്, ഒരു നമ്മുടെ പറമ്പിലൊക്കെ കാണുന്ന ഒരു വയലറ്റ് പൂവുണ്ട് കേട്ടോ. നമ്മളെ ഈ അരിപ്പൂവിൻ്റെയൊക്കെ പോലെയുള്ള കുറച്ച് പണിയാണത് പറിച്ചെടുക്കാൻ, കുഞ്ഞിതായതുകൊണ്ട്. അപ്പോൾ അതൊക്കെ കുറച്ച് പറിച്ചെടുത്തിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ ആ പൂവ്. അപ്പോൾ അതൊക്കെ പറിച്ചെടുത്ത് ഞാനും ഋതുട്ടും കൂടി രാവിലെ പോയാട്ടോ പറിച്ചത്. നമ്മളെ വീടിൻ്റെ താഴെ തന്നെയാണ്. അപ്പോൾ അവിടെ നിന്നാണ് ആ പൂവൊക്കെ പറിച്ചത്. അതേപോലെ ഓണപ്പൂവൊക്കെ അവിടെ നിന്നാണ് പറിച്ചത്. അപ്പോൾ അതൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിന്ന് ചെമ്പരത്തി വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് മൂക്കുറ്റി വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇന്ന് അത്യാവശ്യം നല്ല വലിയ മൂക്കുറ്റിയാട്ടോ പറിച്ചേ. അപ്പോൾ അതിട്ട് കൊടുത്ത് അതിന് സെയിം വട്ടത്തിൽ വയലറ്റ് പൂവ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ പെരുമ്പൂവാണ്, അത് കുറച്ചേ കിട്ടിയുള്ളൂ. അപ്പം അതിങ്ങനെ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ നടുഭാഗത്തായിട്ട് ഇന്ന് കൃഷ്ണകിരീടം കുറച്ചേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതും അതിൻ്റെ 4 സൈഡിലായിട്ട് അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല വെള്ളയും നല്ല ചുവപ്പ് കളറും കൂടി ആകുമ്പോൾ നല്ല ഭംഗിയല്ലേ, നല്ലൊരു കോമ്പിനേഷനല്ലേ ആ കളറ്. കൂട്ടത്തിൽ ആ വയലറ്റ് നമുക്ക് വരുമ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. അപ്പോൾ ഇതിട്ട് കൊടുത്തതിന് ശേഷം ഞാനിങ്ങനെ ആലോചിച്ചു എന്ത് കളറാണ് വയ്ക്കുക, കോമ്പിനേഷൻ ഇപ്പോൾ എന്താ. അപ്പോഴാണ് ഓണപ്പൂവ് ഇട്ടതിന് ശേഷം കോളാമ്പി വയ്ക്കുക എന്നുള്ള നേട്ടനും സജസ്റ്റ് ചെയ്തു. അപ്പോൾ അങ്ങനെ ഓണപ്പൂവൊക്കെ ഇട്ടിട്ട്, ഓണപ്പൂ നമുക്കിവിടെ നിറയെ ഉണ്ട് കേട്ടോ. കുറച്ചൊന്നുമില്ല, ഒരുപാടുണ്ട്. എല്ലാ കൊല്ലവും ഓണമാകുമ്പോഴേക്കും നമ്മളിവിടെ നിറയെ പൂക്കാറുണ്ട്. പക്ഷേ ഈ പ്രാവശ്യം അതുമല്ല, ഒരുപാട് നമ്മളെ വീടിൻ്റെ സൈഡിലും താഴത്തൊക്കെ ആയിട്ട് ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ പ്രാവശ്യത്തെ നമ്മൾ പൂക്കളത്തിന് ഏറ്റവും കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഓണപ്പൂവ് തന്നെയാണ്. അപ്പോൾ ഓണപ്പൂവ് ഇങ്ങനെ നല്ല റൗണ്ടിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം കോളാമ്പിപ്പൂ ഞാനിങ്ങനെ ആദ്യം അരിഞ്ഞാലോ എന്ന് വിചാരിച്ചു, പിന്നെ അരിഞ്ഞില്ല. ഇങ്ങനെ അതിൻ്റെ ഞെട്ടി ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് അങ്ങനെ റൗണ്ടായിട്ട് അങ്ങനെ വെച്ച് കൊടുത്തപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. റൗണ്ട് വെക്കാൻ അത്രയും പൂക്കൾ ഇന്നലെ മഴയത്ത് അതായിട്ട് കുറേ ചാടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് പൊട്ടിച്ചിട്ടും ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വെച്ച് കൊടുത്തപ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. അതിന് ശേഷം ബാക്കി വന്ന ഓണപ്പൂവും കൂടി മൊത്തത്തിൽ വട്ടത്തിൽ ഇട്ട് കൊടുത്തു. സൈഡിൽ ഞാൻ നമ്മൾ ചുവന്നൊരു പൂവുണ്ട്, ചെമ്പരത്തി മോഡലുള്ളൊരു ചുവന്ന പൂവ്, അത് വിരിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ കത്രിക കൊണ്ട് ഇങ്ങനെ അരിഞ്ഞ് ഓണപ്പൂവിൻ്റെ സൈഡിലായിട്ട് 4 ഭാഗത്ത് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ എൻ്റെ പൂക്കളം സെറ്റായിട്ടുണ്ട്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇനി നാളെ കാണാം അടുത്ത വീഡിയോയുമായിട്ട്.